ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാത ജാഗരണ ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ദൂരത്തെ ചാരത്തുമായി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യരായ ദൈവമക്കൾക്കും ധന്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹോദരങ്ങളെ അറിയിക്കുന്നു. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരിക്കുന്നു എന്ന് അറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവം എല്ലാവരെയും മാനിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് ക്രിസ്തുവിന്റെ ആജ്ഞകളെ അനുസരിക്കുന്നവർക്ക് വിജയം ഉറപ്പാണ്. അതിന്റെ മനപ്പാഠവാക്യം തന്നിരിക്കുന്നത്, നിങ്ങൾക്കെന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. നമുക്കറിയാം, ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ ജാമ്യക്കാരനായി ഉറപ്പ് ലോകത്തിലേക്ക് വന്നു. എല്ലാവർക്കും ധാർമ്മിക ശക്തി നൽകിക്കൊണ്ട് വിജയത്തിലേക്കുള്ള വഴി ഒരുക്കുവാനായാണ് അവിടുന്ന് വന്നത്. ആരും യാതൊരു വിധമായ പ്രതികൂലാവസ്ഥയിൽ ദോഷഫലം ആകുന്നത് അവിടുത്തെ ഇഷ്ടമല്ല. മഹാസർപ്പത്തിന്റെ തന്ത്രപരമായ കടന്നാക്രമണങ്ങളിൽ നിന്ന് വിജയിക്കുവാൻ കഠിന പ്രയത്നം ചെയ്യുന്നവർ നിരാശപ്പെടുവാനും ഭയപ്പെടുവാനും അരുതെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ധൈര്യമായിരിക്കുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, യേശു പറയുന്നു. നമുക്കറിയാം, ഇന്ന് അധാർമികതയുടെ കൂത്തരങ്ങുകളായി ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തോട് താതാത്മ്യം പ്രാപിക്കുവാനും ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥിതികളെ ഉൾക്കൊള്ളുവാനും ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥിതി പ്രകാരം കാര്യങ്ങളെ ക്രമീകരിക്കുവാനും ആരും ഇന്ന് തയ്യാറായി അല്ല എന്നുള്ളത് വളരെ ശക്തമായി നാം മനസ്സിലാക്കേണ്ടതായ ഒരു വസ്തുതയാണ്. 12-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, യഹോവേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത് ഭക്തികേടാണ്. കാരണം നാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സകല മനുഷ്യർക്കും രക്ഷകരമായ ദൈവപ്രവൃത്തി ഉദിച്ചുവല്ലോ. നാം മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ടും ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവശക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ആയതുകൊണ്ട് ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിന്റെ വിപരീതമായ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളുമാണ്. അതിനെ മരിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പതനത്തിന്റെ കേന്ദ്രബിന്ദുവായി കാണുവാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഈ വിധമായ തെറ്റായ പ്രവണതകളെ ഇല്ലായ്മ ചെയ്ത് കളയേണ്ടതെന്ന് പലർക്കും അറിയുവാൻ കഴിയുന്നില്ല എന്ന് നാളുകളിൽ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രിസ്തു പിന്നെ നിർണയിക്കപ്പെട്ട ഓരോ അനുഗാമിയെയും ഓരോ സത്യപോരാളിയെയും തന്റെ ആജ്ഞകൾ അനുസരിക്കുന്ന എല്ലാവർക്കും വിജയമുണ്ടാകുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ട് തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ വിളിച്ചു കൂട്ടുന്നു. നമുക്കറിയാം, വിശുദ്ധ വചനം ഇങ്ങനെ പറയുന്നു, യുദ്ധം യഹോവയ്ക്കുള്ളതാ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാനുഷികമായിരിക്കുന്ന പ്രതിസന്ധികളും പോരായ്മകളും കഠിനമായ പരീക്ഷണങ്ങളൊക്കെ വന്നു ഭവിച്ച ജീവിതത്തിൻ്റെതായ നാശത്തിന്റെ വക്കിലേക്ക് ചെന്നു പതിക്കുന്നതിന് പകരമായി വേദപുസ്തകം പറയുന്നു, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചതായി ദൈവമക്കൾ ദൈവരക്തമായി മാറേണ്ടത്, ദൈവമക്കായി മാറേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ആ ഒരു ഉന്നതിയിലേക്ക് എത്തുക എന്നുള്ളതായ പരമപ്രധാനമായ ഒരു ദൗത്യമാണ്
നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ടുള്ളതായ ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് നാം മനസ്സിലായിരിക്കണം. ഇവിടെ പറയുന്നത് അവരുടെ വൈകല്യങ്ങൾ പലതായിരിക്കാം, പാപങ്ങൾ വലുതാകാം, ആജ്ഞകൾ മറികടക്കാനാകാത്തതാകാം. എന്നാൽ അവർ തങ്ങളുടെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിലേക്ക് സഹായത്തിനായി നോക്കുമെങ്കിൽ അവിടുന്ന് അവരുടെ ശക്തി കേന്ദ്രം ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ നോട്ടം എപ്പോഴും ദൈവത്തിങ്കിലേക്കായിരിക്കണം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നാം നോക്കേണ്ടവനെ ശരിയായ നിലയിൽ നോക്കുകയാണെങ്കിൽ കാലിടറുവാൻ ദൈവം സമ്മതിക്കുകയില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയം വരുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ആയതുകൊണ്ട് ശരിയായ ലക്ഷ്യബോധത്തോടുകൂടി, ആമീൻ, സങ്കീർത്തനക്കാരൻ പറയുന്നൊരു വാക്യമുണ്ട്, ആകയാൽ നീ ധൈര്യമുള്ളവനായിരിക്ക, ദൈവം നിന്നോട് കൂടി ഉണ്ടായിരിക്കും. ആയതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽക്കാലം നമ്മെ വിളിക്കുകയാണ്. എന്റെ ജനമായവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ കഷ്ടങ്ങളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുക. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, മർമ്മ മഗതിയ ബാബിലോണിയ അടിമത്വത്തെ ഇല്ലാതെയാക്കി കളഞ്ഞുകൊണ്ട് പാവനായി ദൈവത്തിന്റെ സന്നിധാനത്തിങ്കൽ പവിത്രമായി കടന്നു വന്നുകൊണ്ട് ജീവിതത്തിന്റെ സകല നൈർമഷികങ്ങളായ സുഖഭോഗങ്ങളെയും വെടിഞ്ഞുകൊണ്ട് നിത്യരക്ഷകനും നിത്യ ഉടമസ്ഥനുമായ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഓട്ട സ്ഥിരതയോടെ ഓടുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ ഇമ്പമേറിയ ശബ്ദം കേൾപ്പാൻ, ദൈവത്തിന്റെ വഴികളിൽ സഞ്ചരിക്കുവാൻ, ദൈവത്തിന്റെ പാത തിരഞ്ഞെടുക്കുവാൻ സർവകൃപാലുവായി ദൈവം നമുക്ക് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പറയുന്നത്, ക്രിസ്തുവിന് വേണ്ടി പോരാടുന്നവർ സ്വർഗീയ പ്രപഞ്ചത്തിന്റെ ദൃഷ്ടിയിലാണ് അങ്ങനെ ചെയ്യുന്നത്. അവർ വീരുക്കളാകാതെ പോരാളികളായിരിക്കണം. ഓരോ എതിരാളിയെയും ശാന്തമായി നോക്കിക്കൊണ്ട് അവർ ജയാരവം മുഴക്കണം. സർവശക്തനായ അധികാരത്തിന്റെ അഗ്നിയിൽ ഞങ്ങൾ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുന്നു. അവിടുന്ന് ജീവിക്കുന്നതിനാൽ ഞങ്ങളും ജീവിക്കുന്നു. ഇവിടെ സൈൻ ഓഫ് ദി ടൈംസ് മെയ് 27, 1897 എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായി പറയുന്നുണ്ട്. ആയതുകൊണ്ട് ദൈവത്തിന്റെ ആജ്ഞകളെ അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആജ്ഞകൾക്കനുസൃതമായി ജീവിക്കുന്നവർക്ക് ദൈവം സുനിശ്ചിതമായി വിജയം നൽകുമെന്നുള്ള വലിയ പ്രത്യാശ നമ്മെ ഭരിക്കുവാൻ, ആ ഒരു നല്ല അനുഭവത്തിൽ എത്തിച്ചേരുവാൻ സർവകൃപാലുവായി ദൈവം നല്ല അവസരങ്ങൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഭാഗങ്ങളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ. ആമീൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പൂർണനുമായിരിക്കുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ പകൽക്കാലം അവിടുത്തെ സന്നിധിയിലേക്ക് അടികൾ കടന്നു വരുന്നു. രോഗത്താൽ ഭാരപ്പെടുന്ന പല പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലുമായിരിക്കുന്നവരുണ്ട്, കടഭാരങ്ങളിലായിരിക്കുന്നവരുണ്ട്, ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്. നിത്യനായ ദൈവത്തെ ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ കഴിയാതെ കർത്താവ് അന്ധവിശ്വാസത്തിൽ ഓടുന്ന ആയിരങ്ങളുണ്ട്. അവരൊക്കെ ഇടയിൽ ശക്തനായ ദൈവത്തെ ഉയർത്തുവാൻ ഞങ്ങൾ ഒരുക്കണമേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തില് ഏറ്റവും താഴ്ന്നേടുകൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാചന കേൾക്കുമാറാകണമേ. ആമീൻ. ഈ പ്രഭാതത്തിൽ ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ പ്രഭാതം കൂടെ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ആമീൻ.